ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിക്ക് ആയുർവേദ ചികിത്സ. 4-ാം പ്രതി ടി.കെ. രജീഷാണ് കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ 9-ാം തീയതിയാണ് രജീഷിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായി നമുക്ക് പങ്കുചേരുന്നത്. ഫെലിക്സ്, നേരത്തെ ഈ പ്രതികൾക്ക് ജയിലിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ, ജയിലിൽ ലഭിക്കുന്ന ആധുനിക സംവിധാനമുള്ള ഫോൺ, പുറത്ത് മദ്യപാനത്തിന് പോലീസിന്റെ കാവൽ തുടങ്ങിയ ഒട്ടേറെ വിവാദങ്ങളുണ്ട്. അതിന്റെ തുടർച്ചയായി ഇപ്പോഴാ 4-ാം പ്രതി ടി.കെ. രജീഷിന് കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയും? രതീഷ്, നേരത്തെ തന്നെയും ഈ ടി.പി. കേസ് പ്രതികൾക്ക് ഈ പരോളടക്കം അധികമായി ലഭിക്കുന്ന ആക്ഷേപങ്ങളൊക്കെ ഉയർന്നൊരു പശ്ചാത്തലമുണ്ട്. അതെല്ലാം ഇപ്പോൾ ഈ കേസിൽ ടി.പി. കേസിലെ 4-ാം പ്രതിയെ ടി.കെ. രജീഷിനാണ് ആയുർവേദ ചികിത്സ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ മാസം 9-ാം തീയതി രജീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുറംവേദന എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ ഈ ഗുരുതരമായ അസുഖങ്ങളൊക്കെ ഉള്ള സമയത്താണ് ആളുകളെ പുറത്തെ ആശുപത്രികളിൽ എത്തിച്ച് അവിടെ ചികിത്സ ഒരുക്കുന്നത്. അല്ലാത്ത പക്ഷം ജയിലിൽ തന്നെ ഡോക്ടർമാരുണ്ട്. അവരാണ് സ്വാഭാവികമായും അവിടെയുള്ള ഈ ജയിലിലെ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് രോഗം എന്തെങ്കിലും വന്നാൽ ചികിത്സ നൽകുക. ഇതിപ്പോൾ ഒരു മെഡിക്കൽ ബോർഡ് ചേർന്നാണ് ഈ ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ 9-ാം തീയതി കണ്ണൂരിലെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെയാണ് ഇപ്പോൾ ചികിത്സ ഒരുക്കിയിട്ടുള്ളത്. 2 പോലീസുകാർ കാവലായി എല്ലാ സമയവും ഉണ്ടാകും. അങ്ങനെ ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ടി.പി. കേസിലെ പ്രതികൾക്ക് അധികമായി പരോൾ ലഭിക്കുന്നു, സുഖസൗകര്യങ്ങൾ ലഭിക്കുന്നു എന്ന ആക്ഷേപങ്ങളൊക്കെ ഉയർന്നതാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ടി.കെ. രജീഷിന് ചികിത്സ ഉറപ്പാക്കിയിട്ടുള്ളത്. ടി.കെ. രജീഷാണ് ടി.പി. കേസിലെ മുഖ്യ സൂത്രധാരൻ എന്നാണ് അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയത്. 4-ാം പ്രതിയാണ്. അപ്പോൾ അത്തരത്തിൽ മുഖ്യ സൂത്രധാരനായ ഒരാൾക്ക് ഈ രീതിയിൽ ചികിത്സ അടക്കം ലഭ്യമാക്കുന്ന ആക്ഷേപം പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തടക്കം ഉയരുന്നുണ്ട്.